നെഹ്റു ട്രോഫി ജലമേളയിലെ കുട്ടിത്താരമാകാൻ ഒരുങ്ങുകയാണ് ഹരിപ്പാട് ബോയ്സ് സ്കൂളിലെ +2 വിദ്യാർത്ഥി സായി കിരൺ. കാരിശൽ ചുണ്ടനിൽ തുഴച്ചിൽ സംഘത്തിനൊപ്പം ഈ മിടുക്കനും ഉണ്ടാകും. കാരിശൽ ചുണ്ടന്റെ ശില്പി കോയിൽമുക്ക് നാരായണാചാര്യയുടെ കൊച്ചുമകനാണ് സായി കിരൺ. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 71ാമത് നെഹ്റു ട്രോഫി ജലമേളയിൽ കാരിച്ചാൽ ചുണ്ടനിൽ തുഴയുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു തുഴച്ചിൽക്കാരനാണ് സായി കിരൺ. സായി കിരണിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ കാരിച്ചാൽ ചുണ്ടൻ നിർമ്മിച്ച കോയിൽമുക്ക് നാരായണാചാര്യയുടെ ചെറുമകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനാണ് ഉമാമഹേശ്വരൻ. ഏറ്റവും കൂടുതൽ ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഉമാമഹേശ്വരൻ. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ രാജേഷും ഈ ചുണ്ടൻ വള്ളങ്ങളുടെയും മറ്റ് നിർമ്മാണത്തിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന ആളാണ്. ഈ സായി കിരണിനോട് ഈ തുഴച്ചിലേക്ക് വന്നതും അതിൻ്റെ മറ്റ് വിശേഷങ്ങളും ഒന്ന് ചോദിക്കാം. സായി കിരൺ ഇപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ കാരിച്ചാൽ ചുണ്ടനിലെ തുഴച്ചിൽക്കാരനാണ്. ഈ തുഴച്ചിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ചുണ്ടനിൽ ഏറ്റവും പ്രിയപ്പെട്ട ചുണ്ടനിൽ തന്നെ തുഴയാൻ സാധിക്കുന്നു. എങ്ങനെ കാണുന്നു? വളരെ സന്തോഷം. കാരണം അപ്പൂപ്പൻ മുത്തശ്ശൻ പണിഞ്ഞ ചുണ്ടൻ വള്ളത്തിൽ തന്നെ എനിക്ക് തുഴയാൻ ആദ്യമായി സാധിച്ചതിൽ വളരെ സന്തോഷമായിട്ട് കാണുന്നു. പിന്നെ ഇങ്ങനൊരു ക്ലബിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് വർഷം തന്നെ ഇങ്ങനെ കളിക്കാൻ പറ്റുന്നതും എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഈ പഠിത്തവും +2 വിദ്യാർത്ഥിയാണ്. ഓണപ്പരീക്ഷയൊക്കെ ആയിരുന്നു. വളരെ വിദ്യാഭ്യാസവും ഈ തുഴച്ചിൽ ഇത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രയാസം ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ പരീക്ഷയ്ക്ക് വന്നും പോയി ക്യാമ്പിൽ വന്നും പോയി നിൽക്കുമായിരുന്നു. അങ്ങനെ കുഴപ്പമില്ല, പഠിത്തം കൊണ്ടുവന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ വെക്കേഷനുമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഇതിൻ്റെ ട്രയലൊക്കെ? ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് ഇന്നുകൊണ്ട് പൂർത്തിയാവുകയാണ്. എങ്ങനെ ഉണ്ട് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? ഞങ്ങൾ കപ്പ് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം അതേപോലത്തെ ട്രയലുകളൊക്കെ ആയിരുന്നു ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ നല്ല പ്രതീക്ഷകൾ മാത്രം. ഒരു മാസത്തോളം നീണ്ടു നിന്ന ട്രയൽ, അതുകൊണ്ട് ടീമിന് മൊത്തത്തിൽ ഒന്ന് ചിട്ടയായിട്ട് അത് വളരെ മുന്നേറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? പിന്നെ ആദ്യ വർഷം തന്നെ 3 ടീമുകളോട് പിടിച്ചു നിൽക്കുന്ന രീതിയിലുള്ള ട്രയലൊക്കെയാണ് ഇവിടെ കാഴ്ചവെച്ചിരുന്നത്. നല്ല ടൈമും ട്രാക്ക് ആൻഡ് ട്രീ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വിശ്വാസമുണ്ട് ഈ ടീമിനോട്. ഇതിൽ തുഴച്ചിൽ ഏത് ഭാഗത്താണ് തുഴയുന്നത്? അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ? മുക്കണിയാണ് ഇപ്പോൾ കളിക്കുന്നത്. വളരെ നന്നായിട്ട് പോകുന്നു ട്രയലൊക്കെ. ഇതിനു മുമ്പ് ചെറുവള്ളങ്ങളിൽ തുഴഞ്ഞിട്ടുണ്ട്? ചെറിയ ചെറിയ കളികളൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നെഹ്റു ട്രോഫിക്കൊക്കെ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. എന്തുകൊണ്ടും സന്തോഷമുള്ള ഒരു നിമിഷമാണ്. വളരെ സന്തോഷമുള്ള നിമിഷമാണ്. അതേ, ആദ്യമായിട്ട് കാരിച്ചാൽ ചുണ്ടനിൽ തന്നെ തുഴയാൻ സാധിച്ചു എന്നത് തന്നെയാണ്. ചുണ്ടൻ വള്ളങ്ങളിലെ ഏറ്റവും പ്രമുഖ വള്ളമാണ് കാരിച്ചാൽ. 16 തവണ നെഹ്റു ട്രോഫി നേടിയിട്ടുണ്ട്. 36 തവണ ഫൈനൽ വന്നിട്ടുണ്ട്. 1970 പണി കഴിപ്പിച്ച ഈ കാരിച്ചാൽ ചുണ്ടനാണ് നെഹ്റു ട്രോഫിയിൽ ഇത്തവണ മത്സരിക്കുന്നതിൽ കാരണവ സ്ഥാനത്തുള്ളത്. കാരണം ഇത്രയും പഴക്കം ചെന്ന മറ്റൊരു ചുണ്ടനില്ല. എന്നാൽ ഏറ്റവും പ്രതീക്ഷയോടെ ഈ വർഷം നെഹ്റു ട്രോഫി നേടാൻ സാധ്യത കൽപ്പിക്കുന്ന ഒരു ചുണ്ടൻ വള്ളവുമാണ് കാരിച്ചാൽ. കാരിച്ചാലിന് ഇത്തവണ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത, കാരിച്ചാൽ സ്വന്തം കരയിൽ നിന്നുള്ള ടീമുമായി മത്സരിക്കുന്നത്. ആ ടീം സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ശക്തമായ ഒരു ടീം ചിട്ടയാർന്ന പരിശീലനത്തിലൂടെ പുന്നമടയിലേക്ക് വെള്ളിക്കപ്പ് ലക്ഷ്യം വെച്ച് വരുമ്പോൾ അതിൽ തുഴയാൻ ഈ ചുണ്ടൻ വള്ളത്തിൻ്റെ നിർമ്മാതാവിൻ്റെ തന്നെ ശില്പിയുടെ തന്നെ ചെറുമകനും തുഴയുന്നു. അതും ഏറ്റവും പ്രായം കുറഞ്ഞ തുഴച്ചിൽക്കാരനായി എന്നതാണ് പ്രത്യേകത. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.